മിനിയാന്ന് ഞാൻ ലക്ഷദ്വീപ് അഡ്മിനിസ്ട്രേറ്റർ ശ്രീ പ്രൊഫസർ ഗോഡാഭായ് പട്ടേലായിട്ട് ഒരു കോർട്ടസി വിസിറ്റ് ചെയ്തിരുന്നു. അദ്ദേഹത്തിന്റെ ശ്രദ്ധയില് സകല മേഖലയിലും ഇന്ന് ലക്ഷദ്വീപിലെ ജനങ്ങൾ ബുദ്ധിമുട്ടുന്ന അനുഭവങ്ങൾ അദ്ദേഹത്തിന്റെ ശ്രദ്ധയിൽ കൊണ്ടുവന്നിട്ടുണ്ട്. ഭൂസംബന്ധമായിട്ട് ലക്ഷദ്വീപിലെ പണ്ടാരം പ്ലാനിന്റെ വിഷയമായാലും ജമ്മത്തിന്റെ വിഷയമായാലും ലക്ഷദ്വീപിലെ പണ്ടാരം ഭൂമി ഉടമസ്ഥന്മാരുടെ വീട്ടിലേക്കും അതുപോലെ കൊമേഴ്ഷ്യൽ എസ്റ്റാബ്ലിഷ്മെന്റും അവർക്ക് കിട്ടുന്ന നോട്ടീസിന്റെ കാര്യമായാലും അതുപോലെ വിദ്യാഭ്യാസ മേഖലയിൽ +1 +2 വിദ്യാർത്ഥികൾക്ക് അഡ്മിഷൻ കിട്ടാത്ത കാര്യമായാലും അതുപോലെ ആരോഗ്യ മേഖലയിൽ ആശുപത്രിയിലും ഡോക്ടേഴ്സും പാരാമെഡിക്കൽസിന്റെ ഷോർട്ടേജ് ആയാലും മെഡിസിൻസിന്റെ ഷോർട്ടേജ് ആയാലും ഇതെല്ലാ സകല കാര്യങ്ങളും അതുപോലെ ചെറുപ്പക്കാരെ യുവാക്കളെ ലേബേഴ്സ് ആയിട്ട് കോൺട്രാക്ച്വൽ എംപ്ലോയീസ് ആയിട്ട് തിരിച്ചുവിട്ടവരായാലും അവർ തിരിച്ചെടുക്കുന്ന കാര്യമായാലും ഡിസെൻഗേജ്മെന്റ് ആയാലും അതിനൊപ്പം തന്നെ ട്രാൻസ്പോർട്ടേഷൻ ഇഷ്യൂസ് കപ്പലിന്റെ വിഷയമായാലും ഹെലികോപ്റ്ററിന്റെ വിഷയമായാലും രോഗികളെ പഠിപ്പിക്കാൻ പറ്റാത്ത അവസ്ഥ ആയാലും എല്ലാം അദ്ദേഹത്തിന് ശ്രദ്ധയിൽ കൊണ്ടുവന്നിട്ടുണ്ട്. ലക്ഷദ്വീപിലെ ഭരണകൂടം ഭൂസംബന്ധമായിട്ട് പണ്ടാരം ലാൻഡ് സംബന്ധമായിട്ടുള്ള കാര്യത്തിൽ ലക്ഷദ്വീപിലെ ജനങ്ങൾക്ക് അനുകൂലമായ രീതിയിലുള്ള ഒരു നടപടി സ്വീകരിക്കുന്നില്ലെങ്കിൽ അത് കോടതിയിൽ സമീപിക്കാനും ജനങ്ങൾക്ക് വേണ്ടി പോരാടാനും വേണ്ടിയുള്ള എല്ലാ സംവിധാനങ്ങളും ചെയ്തു വച്ചിട്ടുണ്ട് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. ജയ് ഹിന്ദ്.